മോള് ഇവിടെ ഇരിക്കുക. അച്ഛൻ ഇത്ര നേരം വൈകിയേ? ഞാൻ കുറെ സമയം മോളെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പെണ്ണുങ്ങൾ ഓരോന്ന് അടിയെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ അവിടെ നിന്ന് പോയി. മോൾ ഒറ്റയ്ക്കല്ലേ അവന്റെ പിന്നെ വേഗം ഓടി വന്നതാ. അച്ഛൻ എന്തിനാ എല്ലാവരോടും അത് പറയാൻ നിൽക്കുന്നത്? അല്ലെങ്കിൽ എല്ലാവർക്കും അറിയുന്ന കാര്യല്ലേ. എന്നെ കണ്ടാത്തല്ല ഒരുമാതിരി നോട്ടാ. അവര് നോക്കുക പറയ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലാലോ. അച്ഛമ്മ അമ്മ പോകുന്നതിന്റെ മുന്നേക്കെ ഞാനും അമ്മയും പോയിട്ടല്ലേ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കല്. അമ്മ എന്തിനാ എന്നെ ടീച്ചർ പോയത്? അങ്ങനെ നിന്റെ അമ്മയ്ക്ക് ഒരുപാട് സാധനങ്ങളും എല്ലാം വാങ്ങിച്ചു കൊടുത്ത് ഞാനും എൻ്റെ മോനും നിന്റെ അച്ഛനുള്ള പൊന്നുപോലെ നോക്കി. അതിനുള്ള ശിക്ഷയാ അവൾ നമുക്ക് തന്നിട്ട് പോയത്. മോൾക്ക് അങ്ങനെ ഒരു ചിന്തയെ വേണ്ടാട്ടോ. അവളിലേക്ക് നീ അമ്മയെന്ന് വിളിക്കുവേ. മോളോട് ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിലേ അവൾ നിന്നിട്ടിട്ട് പോകുവോ? മോളിപ്പോ അതൊന്നും ഓർക്കണ്ട. മോൾ ഇത്ര നേരം ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. ഇഡ്ഡലി കഴിക്കും. ട്യൂഷന് പോയിട്ട് എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ കുട്ടി. എന്താക്കെ ഇത്ര നേരം? ചെന്ന് നോക്കണോ? ആ മോളെത്തിയല്ലേ. മോളെന്താ കരയുന്ന? എന്റെ ട്യൂഷൻ ടീച്ചറെ ഭർത്താവ് അമ്മനെ കണ്ടത്രേ. എന്റെ ട്യൂഷൻ ടീച്ചറെ ഭർത്താവ് കോയമ്പത്തൂരല്ലേ ജോലി. അവര് വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടിട്ട് പമ്പ് കയറിയപ്പോ അമ്മയും വേറൊരാളും ബൈക്കിന് പെട്രോൾ അടിച്ച് പോകുന്നതുകൊണ്ട് അവര് ടീച്ചറെ അടുത്ത് പറഞ്ഞു. ടീച്ചർ എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാനത് അറിഞ്ഞത്. അല്ലെങ്കിലും അമ്മനെ എനിക്ക് ഒരുപാട് ഇഷ്ടം. അമ്മ പോയെന്ന് അറിഞ്ഞ ഉടനെ അച്ഛൻ ഇങ്ങോട്ട് വന്നതല്ലേ ദുബായിന്ന്. എത്ര സങ്കടത്തോടാണെന്നറിയോ അച്ഛൻ പോയത്. അതാ പറയുന്നു മോള് കരയണ്ട. മോള് കരയുമ്പോഴൊക്കെ മോൾ അച്ഛൻ അവിടെ നിന്ന് വിഷമിക്കുന്നുണ്ടാവും. അവിടെ ആരുമില്ല അച്ഛനൊന്ന് സമാധാനിപ്പിക്കാൻ കൂടി. എൻ്റെ മോൻ പാവം ഇത് അറിഞ്ഞത് അന്ന് തന്നെ ഫ്ലൈറ്റ് കയറി ഇവിടെ എത്തി. എത്ര കരഞ്ഞ എൻ്റെ കുട്ടി പുറത്തു ഇറങ്ങാണ്ട് 1 മാസം കരഞ്ഞുകൊണ്ട് കിടന്നു. എന്നിട്ടല്ലേ തിരിച്ചു പോയത്. ആ മഹാഭാവി ഇങ്ങനെ ചെയ്യുന്ന ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എന്തുമാത്രം നന്നായിട്ട് അവളെ നമ്മൾ നോക്കിയത്. എൻ്റെ മോൻ 3 മാസം കഴിയുമ്പോൾ ഗൾഫിലേക്ക് കൊണ്ടുപോകും. എന്നിട്ടും അവള് ഈ മഹാഭാവം ചെയ്തല്ലോ. ദുഷ്ട. മോള് വാ, അമ്മയ്ക്ക് ആ കല്യാണപ്പുരയ്ക്കൊന്ന് പോകാനുണ്ട്. മോള് വരുന്നോ? ഞാൻ വരുന്നില്ല. കല്യാണപ്പുര വന്ന അവിടുത്തെ ആൾക്കാര് ഓരോന്ന് നമ്മളെ പറ്റി കളിയാക്കിക്കൊണ്ടിരിക്കും. അച്ഛൻ കല്യാണപ്പുര പോയിട്ട് ഇതേ കവർ ഇട്ടിട്ട് വാ. ഈ പെണ്ണ് ഒറ്റയ്ക്ക് തന്നെ എവിടെയുള്ളൂ? എടി നിന്റെ അമ്മ എവിടെ? അമ്മ വേറെ കല്യാണം. ഓ എടി നിന്റെ അമ്മ വേറെ കല്യാണം കഴിച്ചു പോയതല്ല, വേറെ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയതാ. ഞാൻ അവളെ കുറിച്ചല്ല ചോദിച്ചത്, നിന്റെ അച്ഛമ്മ എവിടെയെന്ന്. അച്ഛമ്മ കല്യാണപ്പുരയിൽ കവറിടേണ്ടി പോയതാ. കല്യാണപ്പൊരു കവറിടാനോ? മരുമോൾ ഒളിച്ചോടി പോയിട്ട് 6 മാസം തികഞ്ഞിട്ടില്ല. അപ്പോഴേക്കും ഇതാ കല്യാണപ്പുരകളിലൊക്കെ പോകുന്നു, കവറിടുന്നു. ഇനി എന്തിനാടി കവറിടുന്നത്? നിന്റെ അച്ഛൻ 2ാം കല്യാണം കഴിക്കുമ്പോ വാങ്ങാ പറഞ്ഞിട്ടാ? അതാ നിന്റെ കല്യാണത്തിന് വാങ്ങാന്ന് പറഞ്ഞിട്ടാ? അല്ല ഇപ്പൊ നീ എന്തിന് കല്യാണം കഴിക്കുന്നില്ലേ? അമ്മ ഒളിച്ചോടി പോയതല്ലേ, അതുപോലെ തന്നെ പോയാ പോരെന്നെനിക്കും. എന്റെ മോള് ഒളിച്ചോടി പോയിട്ട് 7 വർഷമായി. ഇന്ന് വരെ ഞാനൊരു കല്യാണപ്പുരയിൽ പോയിട്ടില്ലേ? ആൾക്കാരുടെ മുഖത്ത് നോക്കണ്ടേ നമുക്ക്? ഇത് ഒരു ഉളുപ്പില്ലാത്ത ജന്തുക്കള്. ഞാൻ അപ്പോഴേ വിചാരിച്ചു കല്യാണപ്പുരയിലുള്ള ബിരിയാണി കഴിക്കാൻ പോയിട്ടുണ്ടാവുന്നുള്ളത്. അതെന്താടി നിനക്കും പോയിക്കൂടെ? അപ്പൊ നമ്മുടെ ചോറ് വെക്കാണ്ട് കഴിഞ്ഞില്ലേ? ഇറങ്ങി പോയിക്കേണ്ട വീട്ടിൽ നിന്ന് കുറെ നേരെ മനസ്സിൽ തയ്ക്കുന്നേ. അമ്മ പോയ എന്ന് തുടങ്ങിയിട്ടുണ്ടല്ലോ ആഴ്ചക്ക് കൂടുമ്പോ ഇങ്ങോട്ട് വരാനേ.
പിന്നെ എവിടെ കാണുകയാണെങ്കിൽ അതിനപ്പുറം ഇറങ്ങി പോയിക്കോളി ഇങ്ങോട്ട്. ഓ, അപ്പൊ നിനക്ക് എത്ര നാളാണല്ലടി നിന്റെ നാവ്? വെറുതെ അല്ലടി നിന്റെ അമ്മ ഒളിച്ചോടി പോയത്. വൃത്തി കേട്ടവളെ. ഫേക്കല്ലേ? കൊറേ എണ്ണയുണ്ട് മനുഷ്യന്റെ സമയം മെനക്കെടുത്താൻ വേണ്ടിട്ട്. എന്തെങ്കിലും ചോദിച്ചെന്നാ എനിക്കും പറയാൻ നന്നായിട്ട് അറിയാം. ഇനി വരെ മുന്നിൽ കരഞ്ഞെടുക്കല വേണ്ടി, നല്ലോണം പറയാ വേണ്ടി. എന്താ മോളെ? എന്താ മുഖത്തൊരു എന്തോ പോലെ? അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല അച്ഛമ്മേ. പിന്നെന്തെങ്കിലും ഇരിക്കുന്നു? അച്ഛമ്മ കല്യാണത്തിന് പോയിട്ട് വരാൻ വൈകി എന്ന് പറഞ്ഞിട്ടാ? അതൊന്നല്ല, ആ മാധവി ചേച്ചി വന്നിട്ട് എന്തെല്ലാം അറിയാം. ഓ അത് ശരി. ആ മാധവി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ മോളെ? എന്തെങ്കിലും ഒന്നുമല്ല, അച്ഛമ്മനെ എന്നെ അടക്കം പറഞ്ഞിട്ടുണ്ട്. ഉളുപ്പുണ്ടോന്നൊക്കെ ചോദിച്ചു. ഞാൻ നല്ല മറുപടി പറഞ്ഞിരുന്നു. ഇനി വരുന്നവരെന്നെ മുന്നിൽ കരയാൻ നിൽക്കൂല ഞാൻ. അതെന്തായാലും നന്നായി എന്റെ മോള് മറുപടി കൊടുത്തത്. അല്ലാണ്ട് അവളെ പോലുള്ളവരുടെ മുൻപിൽ എന്തെങ്കിലും പറഞ്ഞോണ്ട് കരഞ്ഞോണ്ട് നിൽക്കുകയല്ലേ വേണ്ടത്. തക്കതായി മറുപടി കൊടുക്കണം. പിന്നെ മിണ്ടില്ല അവള്. അവൾക്കും ഉണ്ടല്ലോ ഒരെണ്ണം. അത് സാരമില്ല. ആ ചിലവരുമാരങ്ങനെ ഉണ്ടാവും. ഒരാളെ കളിയാക്കാൻ എപ്പോഴാ ഒരു സമയം കിട്ടുന്ന പറഞ്ഞ് കാത്തിരുന്ന് ഇരിക്കുന്നത്. പക്ഷെ അതുപോലത്തെ ഒരു ചാൻസ് ദൈവം ഇട്ടും കൊടുത്തു. പറഞ്ഞ കാര്യമില്ല. മോളൊരു കാര്യം ചെയ്യ്, എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. അമ്മേ, അമ്മേ. മോനോ? എന്താ പറയാതെ? 6 മാസമല്ലേ ആയിട്ടുള്ളൂ പോയിട്ട്. മോൻ 2 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന പറഞ്ഞത് എന്താ മോനെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ? അമ്മേ, ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ എൻ്റെ അവിടുത്തെ ഫ്രണ്ട്സ് അറിഞ്ഞു. ഇപ്പോൾ പുറത്തിറങ്ങി ആരെയും ഫേസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. നാണക്കേട് അവിടെ നിൽക്കുന്നത്. അത് ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നു. ഇനി എവിടെയെങ്കിലും വേറെ നോക്കണം. അങ്ങോട്ട് തിരിച്ചു പോകാൻ പറ്റില്ല. അവിടെ എല്ലാവരും അറിഞ്ഞോ മോനെ? അറിഞ്ഞോന്നോ? ഇനി ഇത് അറിയാൻ ബാക്കി സ്ഥലമല്ലമ്മേ. നാട്ടുകാരും ഇല്ലെങ്ങനെ ഫേസ് ചെയ്യുന്ന വിചാരിച്ചിട്ടാണ് എനിക്കിപ്പോൾ പുറത്തിറങ്ങി നടക്കണ്ടേ. ഇവിടുത്തെ ആൾക്കാരെ കൊണ്ട് അതിലേറെ മോനെ. ചെറിയ കുട്ടിയല്ലേ അത്. അവളെ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ഓരോ പെണ്ണുങ്ങൾ ഇങ്ങനെ കളിയാക്കി ചോദിക്കുകയാണ്. പാപം അതെന്തുമാത്രം കരഞ്ഞിട്ടൊന്ന് ശരിയായി വരിക. ഞാൻ കരയണ്ട മോളെ, മോള് കരഞ്ഞ അച്ഛൻ വിഷമിക്കുന്നൊക്കെ പറഞ്ഞ് എൻ്റെ കരച്ചിലൊന്ന് മാറ്റി വരിക. അപ്പോഴേക്കും ഓരോന്നുകളും വീട്ടിൽ കയറി വന്നിട്ട് ഞാൻ എല്ലാ സമയത്ത് പെണ്ണുങ്ങൾ എൻ്റെ മോളെ കൊണ്ട് എന്തെല്ലാം പറഞ്ഞ് കളിയാക്കിയിരിക്കുന്നത്. മോളെ വിടമ്മേ. മോളെ എക്സാം അല്ലേ, പഠിക്കുകയാണ് മോനെ. മോളെ ലച്ചു, ഇത് അച്ഛൻ വന്നിട്ടുണ്ട് കേട്ടോ. മോളെ, മോക്ക് സുഖാണോ? എന്ത് ചെയ്യായിരുന്നു മേലെ? ഞാൻ പഠിക്കലായിരുന്നു. പഠിച്ചു കഴിഞ്ഞോ? ഇല്ല. അച്ഛൻ എന്താ പറയാണ്ട് വന്നേ? അച്ഛന് മോളെ കാണാണ്ടിരിക്കാൻ പറ്റണ്ടേ അവിടെ. അപ്പൊ കുറച്ച് ലീവ് എടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നതാ കേട്ടോ. വാ. മോൾ ഇങ്ങനെ അച്ഛനെ വീഡിയോ കോളിൽ കാണും. മോൻ ഫോണ് കട്ടാക്കി കഴിഞ്ഞാൽ അവിടെ ഒന്ന് ഒരൊറ്റ കിടന്ന് കരച്ചിലാ. പിന്നെ ഞാൻ അങ്ങനെ കുറേ പറഞ്ഞ് മനസ്സിലാക്കും. മോള് കരയണ്ട, മോള് കരഞ്ഞ അച്ഛനോട് വിഷമമാകുന്നൊക്കെ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞാൽ മെല്ലെ അങ്ങ് ശരിയാവും. പിന്നെ അങ്ങനെ ചിലപ്പോൾ അങ്ങനെ തന്നെ കിടന്ന് ഉറങ്ങും. ചോറ് കഴിക്കാൻ വിളിച്ചാലും വരില്ല. അച്ഛ, അമ്മനെ കോയമ്പത്തൂരുള്ള ഏതൊരു പെട്രോൾ പമ്പില് ഒരു അങ്കിളുടെ ഒപ്പം കണ്ടത്രേ. എന്റെ ട്യൂഷൻ ടീച്ചർ പറഞ്ഞതാ. മോളെ, അമ്മ ഇപ്പോ ഒരാളെ കൂടെ പോയി ശരി, ഏതെങ്കിലും ഒരുത്തൻ്റെ കൂടെ പോയ ഒരാളെ നമുക്ക് വേണോ? മോക്ക് അച്ഛനുണ്ട്, അച്ഛമ്മയുണ്ട്, അച്ഛനുണ്ട്, എല്ലാവരും ഇല്ല ഇവിടെ. അങ്ങനെ ആരുടെയും കൂടെ പോകുന്ന ഒരാളെ നമുക്ക് ആവശ്യമുണ്ടോ? മോക്ക് തോന്നുന്നുണ്ടോ അങ്ങനത്തെ ഒരു സ്ത്രീ മോളെ കൂടെ ഉണ്ടെങ്കിലും മോളെ എന്തെങ്കിലും സ്നേഹിക്കുന്നു, മോക്ക് എന്തെങ്കിലും സമാധാനം കിട്ടുന്നു? മോളുടെ അമ്മ മോളെ ഇതുവരെ സ്നേഹിച്ചിട്ടില്ല. എന്തെങ്കിലും സ്നേഹം മോളോടുണ്ടായിരുന്നെങ്കിൽ ആ അമ്മ ഇങ്ങനെ ചെയ്യോ? അങ്ങനെ സ്വന്തം മോളെ ഇവിടെ വീട്ടിൽ നിർത്തിയിട്ട് ഒരു സുപ്രഭാതം ഏതോ ഒരുത്തൻ്റെ കൂടെ പോയാൽ അങ്ങനത്തെ അമ്മേനെ മോൾക്ക് ഇനി വേണോ? മോളെ, മോൾക്ക് ഇപ്പോൾ വിഷമമൊക്കെ ഉണ്ടാവും. പിന്നെ ആയിരിക്കും മോൾക്ക് മനസ്സിലാവുക ഇങ്ങനത്തെ ഒരു സ്ത്രീ എനിക്ക് അമ്മയായിട്ട് വേണ്ട എന്നുള്ളത്. അവൾ കുറച്ചെങ്കിലും ഒരു സ്നേഹം ഉണ്ടെങ്കിൽ
പ്രസവിച്ച് വളർത്തിയ മോളെയും പൊന്നുപോലെ സ്നേഹിക്കുന്ന ഭർത്താവിനെയും വിട്ടിട്ട് പോകുമോ? അവൾ എവിടെ പോയാലും ഗുണം പിടിക്കില്ല. ഒരു കുടുംബത്തിന്റെ ശാപം മുഴുവൻ അവളുടെ പുറകെ ഉണ്ടാവും. കുടുംബത്തിന് മുഴുവൻ നാണക്കേട് ഉണ്ടാക്കിയിട്ട് അവൾ പോയിരിക്കുന്ന ഇവിടുന്ന്. മോളെ, മോക്കിപ്പോൾ എക്സാം നടക്കല്ലേ? അപ്പം നന്നായിട്ട് പഠിക്കും, നല്ല മാർക്ക് വാങ്ങാൻ പഠിച്ചിട്ട്. അച്ഛനിവിടെ ഉണ്ട് കേട്ടോ. മോക്ക് അമ്മയായിട്ടും അച്ഛനായിട്ടും അച്ഛൻ പോരെ? മോളെ ഒന്ന് പഠിച്ചോ. ചെല്ലാം.